എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷ് ആയിട്ടാണ് കേട്ടോ. കുറെ പേർക്ക് കംപ്ലൈന്റ് ഉണ്ട്, ചേച്ചി വെജിറ്റേറിയൻ ഡിഷസ് ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അവൻ എല്ലാ പരാതി മാറിയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നോമ്പിന്റെ സമയമില്ലേ, അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇങ്ങനത്തെ ഡിഷസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയാറുണ്ട് എപ്പോഴും, പച്ചമണം മാറിയതിനു ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന്. നമ്മൾ നന്നായി വഴറ്റിയിട്ടില്ലെങ്കിൽ ആ നമ്മുടെ സ്പൈസസിന്റെ ഒക്കെ പച്ചക്കുത്തുണ്ടെങ്കിൽ ആ കറിക്ക് എന്തോ ഒരു കുഴപ്പം പോലെ തോന്നും. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് രുചികരമായ ഒരു പൊട്ടറ്റോ മസാല തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറി എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. നമ്മുടെ പനീർ ബട്ടർ മസാലയുടെയൊക്കെ ഒരു ചാട്ടനായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഉരുളക്കിഴങ്ങാണ്. 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നമുക്ക് ആദ്യം തന്നെ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അടിക്കുക. അതിനുശേഷം ഓഫ് ചെയ്ത് വെക്കുക. അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം പുറത്തേക്ക് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ മീഡിയം പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേസമയം നിങ്ങളുടെ അടുത്ത് കുഞ്ഞു ടൈപ്പ് പൊട്ടറ്റോ ഇല്ലേ, ചെറിയ ടൈപ്പ് പൊട്ടറ്റോ അവൈലബിൾ ആണെങ്കിൽ ചെറിയ ടൈപ്പ് പൊട്ടറ്റോ ഒരു 1/4 കിലോ എടുത്താൽ മതിയാകും. എല്ലാവരുടെ അടുത്തും ചെറിയ ടൈപ്പ് പൊട്ടറ്റോ ഇല്ലാത്തതുകൊണ്ടാണ് നോർമൽ ആയിട്ടുള്ള പൊട്ടറ്റോ ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കടുകെണ്ണ ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ബട്ടർ ഉപയോഗിക്കുന്നുണ്ട്. കടുകെണ്ണ താല്പര്യം ഇല്ലെങ്കിൽ കടുകെണ്ണ ഒഴിവാക്കാം. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണോ അത് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ബാക്കി സൺഫ്ലവർ ഓയിലോ റിഫൈൻഡ് ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം കേട്ടോ. ബട്ടർ നിർബന്ധമില്ല, ബട്ടർ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അല്ലെങ്കിൽ വെറും കടുകെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഇതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഓയിൽ ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് ഞാനൊരു അല്പം കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇല ഉണക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്. സവാള ചെറുതാക്കി വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇതെല്ലാം അരച്ചെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10-12 അണ്ടിപ്പരിപ്പ്. ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നോക്കാം. ഞാനിതിലോട്ട് ഒരു 5 കാശ്മീരി മുളക് ഇടുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഗോൾഡ് കളർ ആവുന്ന വരുത് അങ്ങ് വഴറ്റിയെടുത്തുകൊണ്ടേ ഇരിക്കാം. ഞാനിപ്പോൾ ഇവിടെ മുളക് ഇടുമ്പോൾ ഈ ഹോൾ മുളകാണ് ഇട്ടിരിക്കുന്നത്, അതായത് തണ്ടോട് കൂടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കാരണം തണ്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കുരു പുറത്തേക്ക് വരും. കുരു പുറത്തേക്ക് വന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് അരയ്ക്കുന്നേക്കാൾ മുൻപായിട്ട് തണ്ട് എടുത്തതിന് ശേഷം അരച്ചാൽ മതിയാകും. മാത്രമല്ല ഓരോ നമ്മുടെ മുളകിൽ ഞാൻ ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ചില സമയത്ത് ഇങ്ങനെ മുളക് ബേസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും മുളകൊക്കെ ഇതേപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഓട്ട, അത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്താൽ മതിയാവും കേട്ടോ. പ്രത്യേകിച്ച് പച്ചമുളകാണെങ്കിൽ ബേസ്റ്റ് എന്തായാലും ചെയ്യും. അതുകൊണ്ട് അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തു, അതിനുശേഷം തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പോയി. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നന്നായി അരച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരച്ചെടുക്കുന്നതിനേക്കാൾ മുൻപായിട്ട് മുളകിന്റെ ഞെട്ടി മാറ്റണം. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഹോളായിട്ടുള്ള മുളകില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചേർക്കാൻ പോകുന്ന മുളക് പൊടി ഉണ്ടല്ലോ, അതിൽ കുറച്ചും കൂടെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പം എന്തായാലും ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. അതിനുവേണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അവിടെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ആവട്ടെ. നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇല്ലേ, പൊട്ടറ്റോന്റെ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ആ ബട്ടറിൽ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 3/4 ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ് കേട്ടോ. അത് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 2-3 മിനിറ്റോളം ഈ പൊട്ടറ്റോ നമ്മുടെ ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന വരെ. അതിനുശേഷം അതിലോട്ട് നമുക്ക് ഇവിടെ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ മിക്സ് നമുക്ക് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. തീ കുറയ്ക്കണം. എന്നിട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊട്ടറ്റോൻ്റെ മേലക്കൂടെ ഒക്കെ ആയിക്കോട്ടെ. കുറച്ച് നേരം ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെയും ആ ഓണിയൻ്റെ പേസ്റ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 2-3 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ കേട്ടോ. എണ്ണ കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാൻ 2-3 മിനിറ്റോളം ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, അതായത് ക്യൂമിൻ പൗഡർ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവാള പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ അടുത്ത് കാഷ്നട്ട്, അതായത് അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ
അണ്ടിപ്പരിപ്പ് ഒഴിവാക്കാം. അതിന് പകരമായിട്ട് അവസാനം 2 ടേബിൾ സ്പൂൺ തൈരൊന്ന് അടിച്ചൊഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിന് തിക്നെസ് വരാൻ വേണ്ടിയിട്ട് ചെറിയ അധികം പുളിയില്ലാത്ത തൈര് വേണം. അഥവാ തൈര് ഒഴിക്കുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ, അല്ലാതെ ഒരുപാട് പുളിയുള്ള തൈര് ഒഴിക്കാൻ പാടില്ല. ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അരപ്പൊഴിച്ചതിന് ശേഷം 2-3 മിനിറ്റ് വാട്ടി കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. 2 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. മിക്സ് ചെയ്തിട്ട് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക. ഒരു ഇച്ചിരി സെമി തിക്ക് ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഞാനൊരു 1/2 ഗ്ലാസും കൂടെ ഒഴിക്കുന്നുണ്ട്. കുറച്ചൊന്ന് വറ്റിക്കോട്ടെ. ഉപ്പ് നോക്കിയിട്ട് പോരാൻ തോന്നുന്നെങ്കിൽ ഉപ്പിടണം. ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ഞാൻ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണേ, അത് മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരുന്നു കുക്ക് ചെയ്യണം. കുറച്ചും കൂടെ നേരം ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഞാനൊരു അല്പം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര ചേർക്കാം. ശർക്കര അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി ചേർക്കാം. ഹണി ചേർക്കണമെങ്കിൽ അവസാനം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ആദ്യമേ ചേർക്കണ്ട കേട്ടോ. എന്തായാലും ലാസ്റ്റ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. എത്ര ഇതിൻ്റെ രുചിയൊക്കെ കുറച്ചും കൂടെ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഇച്ചിരി കൊണ്ടൊന്ന് വറ്റട്ടെ. അത് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ചും കൂടെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. കസൂരി മേത്തി എപ്പോഴും കയ്യിലിട്ടിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഞാൻ കസൂരി മേത്തി വാങ്ങിക്കുമ്പോൾ എന്താണെന്ന് അറിയാമോ, ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കും ഒരു പാത്രത്തിലിട്ടിട്ട്. അപ്പോൾ പിന്നെ പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചേർക്കുന്നതിനേക്കാളും മുമ്പായിട്ടൊന്ന് അടപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഇല പോലെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. കസൂരി മേത്തി ഉണ്ടെങ്കിലാണ് ആ കറക്റ്റ് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ്, ആ ഒരു ഫ്ലേവർ വരുള്ളൂ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം ക്രീം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം പുളിയില്ലാത്ത തൈര് നന്നായി അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചൂടാറിയതിന് ശേഷം ഹണി അല്ലെങ്കിൽ ശർക്കര. ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവസാനം 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഞാൻ ഓഫ് ചെയ്യാനേ. ഗരം മസാല ഒരു നുള്ള്, അവസാനം കുറച്ച് മല്ലിയുടെ ഇല തൂയി കൊടുക്കാം. നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. രുചിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ മാറ്റം വരുത്തുക. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. റൊട്ടിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് ഇതിൻ്റെ രുചി ഒന്ന് നോക്കാം. ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റാണോ നോക്കണ്ടേ നമുക്ക്. അപ്പോൾ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിപ്പോൾ ഒരു 1.25 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ്. രുചിച്ച് നോക്കട്ടെ. ഇരിക്കുന്ന പോലെ ഇതിൻ്റെ സ്വാദ് കൂടുക. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ ചപ്പാത്തിയുടെ കൂടെ വേറെ ഒന്നും വേണ്ട. പലർക്കും ഇപ്പോൾ നോമ്പാണ്. അപ്പോൾ നോമ്പുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പഴയ വീഡിയോസും കാണാൻ മറക്കരുത്. ഇതിൽ നമ്മൾ ഒരുപാട് വെജിറ്റേറിയൻ റെസിപ്പീസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നോമ്പുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ കറികളും നമ്മുടെ കറി വേൾഡിലുണ്ട്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്